UDFിന്റെ വമ്പിച്ച മുന്നേറ്റമുണ്ടായ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടുപേരുടെ തോൽവിക്ക് കാരണമായത് അപരന്മാർ തന്നെയാണ്. ഈ രണ്ടിടത്തും ജയിച്ചവർ നേടിയ ഭൂരിപക്ഷത്തിനേക്കാൾ വോട്ട് അപരന്മാർ നേടുകയും ചെയ്തു. മണലൂരിൽ ഫോട്ടോ ഫിനിഷിംഗ് എന്ന് പറയാവുന്ന ഒരു മത്സരത്തിലാണ് കോൺഗ്രസിന്റെ TN പ്രതാപനെ CPM സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥ് തോൽപ്പിച്ചത്. വെറും 126 വോട്ടുകൾക്കായിരുന്നു പ്രതാപന്റെ തോൽവി. രവീന്ദ്രനാഥ് 65,337 വോട്ടുകൾ നേടിയപ്പോൾ TN പ്രതാപന് 65,211 വോട്ടുകളാണ് നേടാനായത്. അങ്ങനെ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ മണലൂരിൽ വിധി നിർണയിച്ചത് ഇരു മുന്നണികൾക്കും ഒരുപോലെ തലവേദന സൃഷ്ടിച്ച അപരന്മാരാണ്. TN പ്രതാപന്റെ അപരനായ പ്രതാപൻ 184 വോട്ടുകളാണ് നേടിയത്. അതേപോലെ C രവീന്ദ്രനാഥിനും അപരൻ വലിയ ഭീഷണി ഉയർത്തി. K രവീന്ദ്രനാഥ് എന്ന പേരിലെത്തിയ സ്വതന്ത്രൻ 234 വോട്ടുകൾ നേടി. രണ്ടുപേർക്കും അപരന്മാർ ഉണ്ടായിരുന്നതുകൊണ്ട് TN പ്രതാപന്റെ പരാജയത്തിന്റെ കാരണം ഈ അപരൻ ആണെന്ന് തീർത്ത് പറയാനും കഴിയില്ല. എന്നാൽ ചിറ്റൂരിൽ മന്ത്രി K കൃഷ്ണൻകുട്ടിക്ക് പകരം സ്ഥാനാർത്ഥിയായ LDFിന്റെ അഡ്വക്കേറ്റ് V മുരുകദാസ് 6510 വോട്ടിനാണ് UDFിന്റെ സുമേഷ് അച്യുതനോട് പരാജയപ്പെട്ടത്. മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ അപരൻ മുരുകദാസ് നേടിയത് 6984 വോട്ടുകളാണ്. അതായത് വിജയിച്ച UDF സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷത്തിനേക്കാൾ 474 വോട്ടുകൾ അധികം നേടാൻ മുരുകദാസിന്റെ അപരന് കഴിഞ്ഞു. അത് LDFിനെ പരാജയത്തിലേക്ക് നയിച്ചു എന്നത് സത്യമാണ്. ഇവിടെ LDF സ്ഥാനാർത്ഥിയുടെ ചിഹ്നം മോതിരം ആയിരുന്നു. അപരനായി നിന്ന ആളുടെ ചിഹ്നം മാല ആയിരുന്നു. EVMൽ ഈ രണ്ട് ചിഹ്നങ്ങളും ഒരേപോലെ തോന്നിച്ചതായും ഇത് വോട്ടർമാർക്കിടയിൽ വലിയ ആശയക്കുഴപ്പത്തിന് കാരണമായതായും LDF നേതാക്കൾ ആരോപിച്ചിരുന്നു. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന മണ്ഡലമാണ് ചിറ്റൂർ. 25% പേരും തമിഴ് സംസാരിക്കുന്നവരും പ്രായമായ ആളുകളുമാണ്. ഈ ചിഹ്നത്തിലെ ആശയക്കുഴപ്പവും പേരും മുരുകദാസിന് തിരിച്ചടിയായി എന്ന് തന്നെയാണ് വിലയിരുത്തൽ. ഇതോടെ മണ്ഡലം LDFിൽ നിന്ന് UDF തിരിച്ചു പിടിക്കുകയും ചെയ്തു. എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ജനവിധിയെ ചെറുതായിട്ടെങ്കിലും അട്ടിമറിക്കുന്നവരാണ് ഈ അപരന്മാർ. വോട്ടർമാരെ ആശയക്കുഴപ്പത്തിലാക്കി എതിരാളികൾക്ക് കിട്ടേണ്ട വോട്ടുകൾ കുറക്കുന്നതിന് എല്ലാ മുന്നണികളും ഇത്തരം അപരന്മാരെ കളത്തിലിറക്കാറുണ്ട്. എതിരാളിയുടെ അതേ പേരോ അല്ലെങ്കിൽ സമാനതമായ പേരുള്ള ആളുകളെയാണ് ഇവർ അപരനാക്കി മത്സരിപ്പിക്കാൻ രംഗത്തിറക്കുന്നത്. പലപ്പോഴും ഇങ്ങനെ മത്സരിക്കാൻ നിൽക്കുന്ന അപരന്മാർക്ക് ആ മത്സരത്തിൽ നിന്നും പിന്മാറാൻ ധാരാളം പണം ഓഫർ ചെയ്യാറുമുണ്ട്. അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി മത്സര രംഗത്ത് നിന്നും മാറ്റാൻ എതിരാളികൾ ശ്രമിക്കും. കേരള രാഷ്ട്രീയത്തിലെ അപരന്മാർ വെച്ചുള്ള കളിയിലെ ഏറ്റവും വലിയ ഇരയായി മാറിയത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് VM സുധീരനാണ്. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലായിരുന്നു സുധീരന്റെ ഞെട്ടിക്കുന്ന പരാജയം. അന്ന് VM സുധീരന്റെ അപരനായം മത്സരിച്ച VS സുധീരൻ പിടിച്ചത് 8282 വോട്ടുകളാണ്. VM സുധീരൻ പരാജയപ്പെട്ടതാണെങ്കിൽ വെറും 1009 വോട്ടുകൾക്കും. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിൽ ആലപ്പുഴ ഒഴികെ എല്ലാ മണ്ഡലങ്ങളിലും 1000-ന് മേൽ വോട്ടുകൾ ഈ അപരൻ നേടി. ആലപ്പുഴയിൽ കിട്ടിയത് 891 വോട്ടായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തപാൽ വോട്ടുകളിൽ പോലും അപരന് വിഹിതമുണ്ടായി എന്നതാണ്. അത്യാവശ്യ വിഭാഗത്തിലെ സർക്കാർ ജീവനക്കാരും ഇലക്ഷൻ ഡ്യൂട്ടി ഉള്ളവരും മാധ്യമപ്രവർത്തകരുമൊക്കെ അടങ്ങുന്ന ഈ പോസ്റ്റൽ വോട്ട് ചെയ്യുന്നവരിലും കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ഈ അപരന്മാർക്ക് കഴിഞ്ഞു എന്നത് അത്ഭുതകരമാണ്.